സത്യത്തിൽ ഈ സർവേകളൊക്കെ തന്നെ പ്രീപോൾ സർവേകൾ നിരോധിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ പറയുന്നത് നമുക്കത് സയൻസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 1+1 എല്ലായിടത്തും 2 ആയിരിക്കണം. അല്ലാതെ എൻ്റെ 1+1 1.5 മറ്റവൻ്റേത് 3 എന്ന് പറയുന്നിടത്ത് ഇത് തെറ്റും. ഓരോ ഇലക്ഷൻ വരുമ്പോഴേ സന്ദീപ് വാര്യർ BJP സ്ഥാനാർത്ഥിയായി ശ്രീജിത്ത് പണിക്കർ ഇപ്പോഴും സന്ദീപ് വാര്യർ ശ്രീജിത്ത് പണിക്കർ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. രമേശ് പിഷാരടി എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുണ്ട്, അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ജ്ഞാനമുണ്ട്. അത് തന്നെയുമല്ല, അഖിൽ മാരാർ അതിശക്തമായിട്ടുള്ള വിമർശനം ഈ സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ എന്നോട് ആരായിരുന്നു മോസ്റ്റ് ആപ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ VV രാജേഷിന്റെ പേരെ പറയുള്ളായിരുന്നു. ബോർഡ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് സാധനമാണ്. ആ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ ആരാണെങ്കിലും ആ ആളൊരു മാർക്കറ്റിംഗ് ഭീകരനാണ്. തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരിൽ ഒരാൾ വീണ ജോർജാണ്. ഒരു സംശയമില്ല. ചില ആൾക്കാർ സക്സസ്ഫുൾ ആണ്. രാജീവ് ചന്ദ്രശേഖർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. സുരേഷ് ഗോപി ഭരത്ചന്ദ്രനാണ് ഇപ്പോഴും എന്നതാണ് സുരേഷ് ഗോപിയെ പറ്റിയുള്ള ഒരു വലിയ വിമർശനം. ശ്രീജിത്ത് പണിക്കരെ പൊളിച്ചടക്കി, ശ്രീജിത്ത് പണിക്കരെ കണ്ടം വഴി ഓടിച്ചോ. അല്ലെ, ട്രോൾ എന്നെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നത് ഞാൻ തന്നെ പലത് ഷെയർ ചെയ്യാറുണ്ട്.